അല്ലാഹുവിന്റെ പ്രവാചകന് പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോയപ്പോ ഫാത്തിമ ബീവിക്ക് രണ്ട് സഹോദരിമാരാണുള്ളത്. ഒന്ന് റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹാ. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു പോയപ്പോ അതാ പുതിയ മതവുമായി കടന്നു വന്ന മുഹമ്മദിന്റെ മക്കളെ ഞങ്ങൾക്ക് വേണ്ട. പഠിച്ചവരെ, മുത്തുനബിയുടെ രണ്ട് മക്കളുണ്ടല്ലോ, രണ്ട് പെൺമക്കളെയും തലാഖ് പറയുകയാണ്. പുതിയ മതവുമായിട്ട് വരുന്ന മുഹമ്മദിന്റെ മക്കളെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് പെൺമക്കളെയും ബന്ധം ഒഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. രണ്ട് സഹോദരിമാരും വിധവകളായി വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ ഇങ്ങനെ കാണുകയാ. ആ ചെറുപ്പം മുതലേ ഫാത്തിമയ്ക്ക് വല്ലാത്ത പ്രയാസം തുടങ്ങി. രണ്ട് സഹോദരിമാരെയും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അവരുടെ കണ്ണുനീര് കൂടെ ഫാത്തിമ കാണുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വല്ലാത്ത പീഡനങ്ങളും ദുരിതങ്ങളും സഹിക്കാൻ കഴിയാതെ വന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കുടുംബത്തെയും ഊരുവിലക്കി. അള്ളാഹുവിന്റെ പ്രവാചകനെയും തന്റെ കുടുംബത്തെയും ഊരുവലക്കാൻ തീരുമാനിച്ചു. ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നാര ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ, അതുപോലെ തന്നെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഇങ്ങനെ പ്രവാചകന്റെ കുടുംബത്തെ കൊണ്ടുപോയിട്ട് ഒരു മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ട് ഊരുവലക്കിയിട്ടിരിക്കുകയാ. ഒരാളും സഹായിക്കാനോ സഹകരിക്കാനോ ഒന്നിനും പാടില്ല. ഖുറൈശികൾ അവിടെ നിന്ന് ഓർഡർ ഇട്ടു, ഒരാളും സഹകരിക്കാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ കുടുംബവും ആ ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഇങ്ങനെ കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരാളും സഹായിക്കാനില്ല. കയ്യിലിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന് കഴിക്കാൻ ഒന്നുമില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പട്ടിണി കിടക്കാൻ പഠിച്ചത് അവിടെ നിന്ന്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പട്ടിണി കിടക്കാൻ പഠിച്ചത് അവിടെ നിന്നാണ്. അല്ലാഹുവേ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വാപ്പാടെ താരത്ത് പരാതി പറയാൻ പോകുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പടച്ചവനെ വാപ്പാനോട് വിശക്കുന്നു എന്ന് പറയാൻ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട പിതാവ് പുല്ല് പറിച്ചു തിന്നുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇലകള്, വൃക്ഷത്തിന്റെ ഇലകളുണ്ടല്ലോ, ആ ഇലകള് പറിച്ചിട്ട് പ്രവാചകന് വിശപ്പ് കാരണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് കാണുന്ന കാഴ്ച ഇതാണ്. വാപ്പ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ചു കഴിക്കുന്ന രംഗമാണ്. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടുകയാ. തന്റെ വാപ്പാടെ ചാരത്തേക്ക് ഓടി ചെല്ലുകയാണ്. അവിടുന്ന് പൊന്നാര മകള് വാപ്പാടെ അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ ഭാര്യയും തന്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോ പ്രവാചകന് സഹിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഫാത്തിമ പഠിക്കുന്നത് അവിടെ നിന്നാണ്. അബീ താലിബിന്റെ മലഞ്ചെരുവിൽ നിന്നാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം പഠിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മക്കളും ഭാര്യയും പട്ടിണി കിടക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ ഇല പറിച്ച് കഴിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ഖദീജ. മുത്തുനബി തന്റെ ഭാര്യയെ വിളിക്കുകയാണ്, ഖദീജ, ഖദീജ. എല്ലാവർക്കും എന്നോട് വല്ലാത്ത ദേഷ്യമാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, ഖദീജ, എല്ലാവർക്കും എന്നോടാ ദേഷ്യം, നിന്നോട് ആർക്കും ദേഷ്യമില്ല. അതുകൊണ്ട് ഖദീജ, നിനക്കാണെങ്കിലും പട്ടിണി കിടന്നു പരിചയമില്ല. കാരണം നീ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാ. മക്കയിൽ